നമ്മുടെ മന്ത്രി അപ്പൂപ്പനെ എടുത്താൽ മതി. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കുട്ടികൾ. ഇപ്പൊ ജെൻസി എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടത് കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഒരു അടുത്ത സ്കൂൾ ബിൽഡിങ്ങിൽ ഞാൻ മന്ത്രിയിൽ നിന്ന് തന്നെ കേട്ടറിഞ്ഞതാണ്. നമ്മുടെ ഒരു സ്കൂൾ ബിൽഡിങ്ങിൽ ഒരു കുട്ടിക്ക് ബാഗ് കൊണ്ട് 4ാമത്തെ നിലയിലോട്ട് കയറി പോകാൻ പറ്റുന്നില്ല. അപ്പൂപ്പ എനിക്ക് ഒരു ലിഫ്റ്റ് വെച്ച് തരികയാണെങ്കിൽ ഞാൻ ബാഗിനെ ലിഫ്റ്റ് കയറ്റി വിട്ടിട്ട് ഞാൻ നടന്നു കയറിക്കോളാം എന്ന് മന്ത്രിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ, ഇനി വരുന്ന എല്ലാ സ്കൂൾ കെട്ടിടങ്ങളിലും ലിഫ്റ്റ് നിർബന്ധമായും വയ്ക്കണം, കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും പഠന കാര്യങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് അടുത്ത ഉടൻ നടപടി സ്വീകരിക്കുന്ന ഒരു മന്ത്രി നമുക്ക് സർക്കാർ പക്ഷത്തുണ്ട്. അതുപോലെയുള്ള എല്ലാ വകുപ്പുകളിലും എങ്ങനെയൊക്കെ പുതുതലമുറയെ ഉൾക്കൊള്ളിക്കാമോ അങ്ങനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടും അങ്ങനെയെല്ലാം അവർക്ക് എന്തൊക്കെ അവസരങ്ങൾ നേടിക്കൊടുക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം അവസരങ്ങൾ നേടിക്കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ നമുക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പ് പറയാം.